ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിന്നൂസ് വ്ലോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വെച്ച് ഇന്നലെ കിടന്നതാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എണീച്ച ടൈമിൽ അതിൻ്റെ കാര്യം പാടെ മറന്നുപോയി. അപ്പോൾ എണീച്ച് റെഡിയായി എയർപോർട്ടിലൊക്കെ എത്തിയതിന് ശേഷമാണ് പിന്നെ അങ്ങോട്ട് കത്തിയത് കേട്ടോ, ട്യൂബ് ലൈറ്റ്. അപ്പോൾ നമ്മൾ അവിടുന്ന് മുതൽ അങ്ങോട്ട് എടുക്കാൻ തുടങ്ങി. നമ്മൾ വന്ന് പാസ് വാങ്ങിയിട്ടില്ല, ഒരു 5 മിനിറ്റ് നേരത്തെ വന്ന്. എന്നിട്ട് നമുക്ക് റിപ്പോർട്ടിംഗ് ടൈമിൻ്റെ 15 മിനിറ്റ് മുന്നേ അവിടുന്ന് പാസ് തരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. പാസ് കിട്ടിയതിന് ശേഷം ഞങ്ങൾ മേലെ ഇൻ്റർനാഷണലിൽ പോയിട്ട് രുചി കഫേയിൽ നിന്ന് ചായ കുടിക്കാമെന്ന് വെച്ച് ചായ വാങ്ങാൻ വേണ്ടി നിൽക്കുവാണ്. ചായയും കേക്കുമാണ് കേട്ടോ ഇന്നത്തെ ലൈറ്റ് നമുക്ക് റിപ്പോർട്ടിങ്ങിന് മുന്നേ നമ്മൾ കഴിക്കാറുള്ളത്. അതിലും ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊന്നും ആ ടൈമിൽ അവിടെ കിട്ടില്ല. പിന്നെ ഇതാണ് റാമ്പ് ഏരിയ, നമ്മുടെ പ്ലെയിന് വന്ന് നിർത്തുന്ന സ്ഥലം. ഇപ്പം നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വ്യൂവേഴ്സ് ഗാലറിയിലാണ്. നമ്മുടെ വ്യൂവേഴ്സിനെയൊക്കെ വന്നിട്ട് വിസിറ്റേഴ്സിനൊക്കെ വന്ന് കാണാൻ പറ്റിയ സ്ഥലമാണ്. പ്ലെയിൻ ഇറങ്ങുന്നതും ലാൻഡിങ്ങും അതുപോലെ തന്നെ ടേക്ക് ഓഫും എല്ലാം. ഇപ്പോൾ പെർ ഹെഡ് 100 രൂപയാണ് കേട്ടോ വരുന്നത്. അങ്ങനെ നമ്മൾ ചായയും അതുപോലെ തന്നെ കേക്കും കഴിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് അടിയിലേക്ക് പോവുകയാണ്. നമ്മൾ ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ് എൻ്റെ വർക്ക് വരുന്നത്. സോ നമ്മൾ ഡൊമസ്റ്റിക്കിലേക്ക് നടക്കുവാണ്. ആദ്യം നോക്കുകയാണ് കഴിഞ്ഞില്ലേ പോകണ്ടേ എന്നുള്ള രീതിക്ക്. അങ്ങനെ നമ്മൾ വർക്കും കഴിഞ്ഞിറങ്ങി. വർക്ക് കഴിഞ്ഞിറങ്ങുമ്പോൾ 2:30 പുലർച്ചെ 3 മണിക്കാണ് 3:30ക്കാണ് റിപ്പോർട്ടിങ്ങിന് കയറുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ റിപ്പോർട്ടിങ് കഴിയുന്ന ടൈം 11:30ക്കാണ് കേട്ടോ. നമ്മുടെ ടോട്ടൽ വർക്ക് അവേഴ്സ് വരുന്നത് 8 മണിക്കൂറാണ്. ഇനി എങ്ങാനും ഡിലേ ആയാൽ മാത്രമേ ഒരു ഇച്ചിരി നേരം കൂടുതൽ അവിടെ നിൽക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇത് നമ്മുടെ ക്യാൻറ്റീനാണ്. വർക്ക് കഴിഞ്ഞ് നമ്മൾ നേരെ ക്യാൻറ്റീനിൽ പോവും, എന്തെങ്കിലുമൊക്കെ ഒന്ന് ഹെവി ആയിട്ട് കഴിക്കും, പിന്നെ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവും. വീട്ടിലൊന്നും ഇല്ലെങ്കിൽ മാത്രമേ ഇവിടുന്ന് ഫുഡ് കഴിക്കലുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മീൽസാണ് വാങ്ങിയത്. സ്പെഷ്യലായിട്ടൊരു ഫിഷ് ഫ്രൈയും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് ചെയ്യാനുണ്ട്. സോ വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് കൂടിയാണ് ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് മെയിനായിട്ട് ഇട്ടത് കേട്ടോ. പിന്നെ നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത് 3:30ക്കായിരുന്നു. 3:30 ട്രെയിൻ മിസ്സായിട്ടോ. നമുക്ക് പിന്നെ 6:30ക്കാണ് ട്രെയിനുള്ളത്. അപ്പോൾ അതിന് പോകാൻ വെച്ചു. അവിടെ എത്തിയപ്പോൾ മനുവും വാവിയും പറഞ്ഞു കുറച്ച് പർച്ചേസിങ്ങിന് പോകാമെന്ന്. അങ്ങനെ കുറച്ച് അലക്കിയിടാനുണ്ടായിരുന്നു. അലക്കിയിടലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ റെഡി ആവാനുള്ള ഒരുക്കത്തിലാണ് പുറത്തേക്ക് പർച്ചേസിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. നമ്മളപ്പോൾ അങ്കമാലി ഒരു ഷോപ്പ് കണ്ടുവച്ചിട്ടുണ്ട്. അങ്ങോട്ട് പർച്ചേസിങ്ങിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാമെന്ന് വെച്ചിട്ടാണ്. അറ്റ്ലസിൻ്റെയാണ്, നല്ല ഡിസ്കൗണ്ട് സെയിലുള്ള ഒരു ഷോപ്പായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ രണ്ട് വഴിക്ക് പോയി കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, മുഖം കാണിക്കാൻ ഫസ്റ്റേ ഒരു മടി. കുറച്ച് കഴിഞ്ഞാൽ അത് ശരിയായിക്കോളും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ശരിയാക്കി എടുക്കും. എന്തായാലും വീഡിയോയിൽ വരാതിരിക്കില്ല രണ്ടുപേരും. ഇപ്പം നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഞാൻ അപ്പോഴേക്കിനും എൻ്റെ ഭൂതക്കണ്ണാടിയൊക്കെ എടുത്തു വെച്ചു. നമ്മൾ ഇറങ്ങുന്ന നേരത്ത് എനിക്ക് കൊറിയർ ഉണ്ടായിരുന്നു കേട്ടോ. എം കഫേൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് നമ്മളപ്പോൾ ഓർഡർ ആക്കിയിരിക്കുന്നത്. വുമൻസിന് വേണ്ടിയിട്ടുള്ള പെർഫ്യൂംസാണ്. അത് തന്നെ ഒരു 4 ബോട്ടിൽസിലായിട്ടാണ് കേട്ടോ അവർ കോംബോ വരുന്നത്. 20 ml വെച്ചിട്ടാണ് ഓരോ ബോട്ടിലും വരുന്നത്. അതിൽ തന്നെ ഫ്രാഗ്രൻസസ് വരുന്നത് സ്വീറ്റ് സെലക്ഷൻ, ചെറി വൈൻ ആൻഡ് വാനില മ്യൂസ്, സീക്രട്ട് ഗാർഡൻ. അപ്പോൾ ഇത്രയും ഫ്രാഗ്രൻസസിലാണ് വരുന്നത്. വെറും 499 റുപ്പീസിനാണ് ഇത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓൺലൈൻ പേജിൽ നിന്ന്. സോ നമുക്ക് എങ്ങനെ നോക്കിയാലും വർത്താണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് എടുത്തത് വാനില മ്യൂസ് ആയിരുന്നു. നമുക്ക് 2 കൈയുള്ളത് കൊണ്ട് തന്നെ 4 കൈയിൻ്റെ പല ഭാഗത്തായിട്ട് ട്രൈ ചെയ്യാൻ പറ്റി കേട്ടോ. ഫ്രാഗ്രൻസസ് ഒന്നും വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്തതിൽ നമുക്ക് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് സ്വീറ്റ് സെഡക്ഷൻ ആണ്. നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എല്ലാ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ടൈം ഈ വർക്കിൻ്റെ ഇടയിൽ കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്ത് ഇറക്കുന്നതായിരിക്കും. സോ എല്ലാവരും പോയി കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇതാ എപ്പോൾ ബസ്സിൽ കയറാനും കിടന്നുറങ്ങണ ഒരുത്തിയെ കാണാം. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നതിൻ്റെ ക്ഷീണമാണ് കേട്ടോ. പിന്നെ നമ്മൾ കടയിൽ കയറി ഒരു ചായ കുടിക്കാമെന്ന് വെച്ച് കയറിയതാണ്. ചായ കുടിക്കുമ്പോൾ പിന്നെ കടി മസ്റ്റാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചിക്കൻ റോളാണ്. അപ്പോൾ ഞങ്ങൾ 3 ചിക്കൻ റോളും അതുപോലെ തന്നെ 3 ചായയും വാങ്ങിയിട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അറ്റ്ലസിലാണ് പർച്ചേസിന് പോകാൻ പോകുന്നത്. അവിടെ ഓഫർ ഉണ്ടെന്ന് കണ്ടിട്ട് കയറിയതാണ്. അവിടെ പോയപ്പോൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്ത് പാസഞ്ചേഴ്സ് നല്ല വരുന്നില്ല കേട്ടോ. കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് അവിടെ നല്ല പാട്ടൊക്കെ വെച്ച് വൈബാക്കാൻ വേണ്ടിയിട്ട് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ
നമ്മൾ കുറേ കളക്ഷൻസൊക്കെ നോക്കി, നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അവിടെ നിന്നൊന്നും എടുത്തില്ല കേട്ടോ. മനും അതുപോലെ തന്നെ വാവി അവിടെ നിന്ന് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായി. അപ്പോൾ വാവ ആദ്യം ട്രൈ ചെയ്തതാണ് കേട്ടോ അത്. പിന്നെ വാങ്ങിയത് ഇതല്ല, വേറെ ഡ്രസ്സായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ട്രെയിനിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. യാസി വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ കൊളീഗ്. അവൻ എന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കി തന്നു. ടിക്കറ്റ് എടുത്തു. മെമ്മുവിലാണ് പോയത്. എന്നത്തെയും പോലെ തന്നെ 6:30 മെമ്മു എങ്ങനെയാണെന്ന് കയറുന്നവർക്കറിയാം. അങ്കമാലി ടു തൃശ്ശൂർ വള്ളത്തോൾ നഗർ നല്ല തിരക്കുണ്ടായിരുന്നു. തൃശ്ശൂർ എത്തിയപ്പോഴാണ് ഒന്ന് തിരക്ക് കുറഞ്ഞത്. അപ്പോൾ അവിടുന്ന് നമുക്ക് സീറ്റും കിട്ടിയിട്ടോ. പിന്നെ കുറച്ച് നേരം വന്ദേ ഭാരതിൻ്റെ വരവിനായിട്ട് കുറച്ച് നേരം അവിടെ ട്രെയിൻ പിടിച്ചിട്ടിട്ടുണ്ടായി. അവിടെ എത്തിയപ്പോൾ പിന്നെ ഞാൻ ഏട്ടനെ വിളിച്ചു, കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അമ്മ പേടിക്കാൻ തുടങ്ങും കേട്ടോ. സോ ഏട്ടനെ വിളിച്ചു, ഏട്ടൻ വീട്ടിലേക്ക് ആക്കി തന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കണ്ടപ്പോൾ കുറച്ച് നേരം കത്തിയൊക്കെ വെച്ച് നിൽക്കുമായിരുന്നു. പിന്നെ അമ്മ വീട്ടിലേക്ക് പോയപ്പോൾ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് വെജ് ബിരിയാണി ആയിരുന്നു. ഞാൻ എത്തുമ്പോൾ തന്നെ ആൾ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ, ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അടിച്ചു പൊട്ടിച്ചേക്കുക. അടുത്ത വീഡിയോ ആയിട്ട് തന്നെ ബൈ.